കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യമാണ് ഇത് തിരഞ്ഞെടുത്തിരിക്കുന്നത്. 2 Corinthians chapter 4 verse 16, 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യമാണ് ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. മതി. നല്ല വചനത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരധ്യായത്തിൽ നിന്നാണ് നമ്മളൊരു വാക്യം വായിച്ചത്. അവിടെ ധന്യനായ പൗലോസ്ലീഹ കൊരിന്തിലെ സഭയോട് പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. പൗലോസ് പറയുകയാണ്, ക്ഷയിച്ചു പോകുന്ന ഒരു ശരീരത്തിൽ പുതുക്കത്തോടെ ജീവിക്കാൻ പഠിക്കണം. ധൈര്യം ചോർത്തിക്കളയുന്ന ശരീരത്തിൽ ധൈര്യശാലികളായി ജീവിക്കാൻ പഠിക്കണം. ഇതാണ് പൗലോസ്ലീഹ വെളിപ്പെടുത്തുന്ന ആശയം. ഈ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം ഒത്തിരി ധ്യാനിക്കാനും ചിന്തിക്കാനും പറ്റിയ ഒരു ഭാഗമാണ്, സ്പെഷ്യലി 4-ാമത്തെ അധ്യായം. ഞാൻ ആ 4-ാമത്തെ അധ്യായത്തിലേക്ക് ഇത് വരാനുള്ള സാഹചര്യം ഞാനത് കൊണ്ടുവരട്ടെ. 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഒരു ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ തേജസ് ജനഹൃദയങ്ങളിൽ വെളിപ്പെടാതിരിക്കേണ്ടതിന് ചിലരുടെ കണ്ണുകളെ പിശാച് കുരുടാക്കി വെച്ചിരിക്കുന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിന്റെ തേജസ്സിന്റെ പ്രകാശനം അവരുടെ ഉള്ളിൽ കിട്ടിയിട്ടില്ല. അത് കിട്ടിയ ദൈവമക്കളാ ആവേശത്തോടെ പ്രാർത്ഥനകൾക്ക് വന്നു ചേരുന്നത്. കാരണം എന്താ? സുവിശേഷത്തിൻ്റെ തേജസ് അവരുടെ ഉള്ളിൽ വെളിപ്പെട്ട് നിൽക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. മറ്റെല്ലാം ചപ്പന്നും ചവറന്നും എണ്ണാൻ കാര്യം എന്താ? ഈ സുവിശേഷത്തിൻ്റെ തേജസ് അത്ര വലുതാണ്. അത് മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. എന്നിട്ട് പൗലോസ് 7-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല ദൈവത്തിന്റെ ദാനം അത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു. പൗലോസ് പറയുകയാണ്, ഒരു അത്യന്ത ശക്തി നിന്റെ മൺപാത്രത്തിൽ ദൈവം പകർന്നിട്ടുണ്ട്. എന്തിനാണ് ശക്തി പകർന്നത്? യോഗത്തിന് കൈയടിക്കാനല്ല, അന്യഭാഷ പറയാനല്ല. ആ ശക്തി എന്തിനാന്ന് പൗലോസ് അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല ദൈവത്തിന്റെ ദാനമത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നുള്ളത്. നിക്ഷേപം ഞങ്ങളുടെ മൺപാത്രത്തിലുണ്ട്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. ഈ അത്യന്ത ശക്തി നമ്മളിൽ ഉള്ളത് കൊണ്ട് സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരാണേലും നമ്മൾ ഇടുങ്ങിയിരിക്കുന്നില്ല. ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശ, സകല വിധത്തിൽ കഷ്ടം സഹിക്കുന്നവരെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഇടുങ്ങിയിരിക്കുന്നില്ല. സ്തോത്രം. നീ ഒതുങ്ങിപ്പോയെന്നൊക്കെ ചിലർ പറയുന്നുണ്ട്, പക്ഷെ ഒതുങ്ങിയിട്ടില്ല. അതിന്റെ കാരണം എന്താ? ഈ അത്യന്ത ശക്തിയാ ഞങ്ങളിൽ വ്യാപരിക്കുന്നു. അടുത്തൂടെ പൗലോസ് പറയുന്നത് വായിച്ചേ. ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ എന്തില്ല? നിരാശയില്ല. എന്താ കാര്യം? ഞങ്ങളുടെ അകത്ത് ഈ അത്യന്ത ശക്തിയിൽ പ്രത്യാശ നിറഞ്ഞു നിൽക്കുക. ഹല്ലേലൂയ. പ്രത്യാശ ഇല്ലാത്ത അവസ്ഥയാണ് നിരാശ എന്ന് പറയുന്ന അവസ്ഥ. ചില കണ്ടിട്ടില്ലയോ? ഭയങ്കര നിരാശയുള്ളവരുണ്ട്. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയാം, നിരാശപ്പെടണ്ട, പ്രത്യാശിക്ക്. അടുത്തിരിക്കുന്ന ആളെ തൊട്ടടുത്ത് വരെ പ്രത്യാശിക്കാൻ പറ. ഇങ്ങനെ വിഷമിച്ച് ഉറക്കം തൂങ്ങിയൊക്കെ ഇരിക്കാതെ ഒന്ന് പ്രത്യാശിക്ക്. വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോവുക. എന്നിട്ട് അടുത്ത ഭാഗം, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. ഞങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നില്ല. വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നു. ഞങ്ങൾ വീണ് കിടക്കുന്നു, പക്ഷെ നശിക്കത്തില്ല. കാരണം എന്താ? സ്തോത്രം. ഈ അത്യന്ത ശക്തി ഞങ്ങളിൽ വ്യാപരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നശിക്കത്തില്ല. പിന്നെ പൗലോസ് താഴോട്ട് കൂടി 13-ാമത്തെ വാക്യത്തിൽ ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്ന പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞങ്ങളും സംസാരിക്കുന്നു. വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങളിൽ ഉള്ളത് കൊണ്ട് ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളും സംസാരിക്കുന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് പൗലോസ് താഴോട്ട് വന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. 2 കാര്യങ്ങൾ പൗലോസോടെ ഊന്നി പറയുകയാണ്. ഒന്ന്, നാൾക്ക് നാൾ നമ്മുടെ അകത്തെ മനുഷ്യൻ പുതുക്കം പ്രാപിക്കണം. നാൾക്ക് നാൾ നമ്മുടെ അകത്തെ മനുഷ്യനിൽ ധൈര്യം പ്രാപിക്കണം. സ്തോത്രം.
ഞാൻ പുതുക്കം പ്രാപിക്കണമെന്ന പദം ചെറിയ വാക്കുകളിൽ പറഞ്ഞിട്ട് ധൈര്യം പ്രാപിക്കണമെന്ന പദമാണ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് കർത്താവിൻ്റെ ഉള്ളിൽ നിയോഗം തന്നിരിക്കുന്നത്. അടുത്തിരിക്കുന്ന ആൾ തൊട്ടേച്ച് പറ, ധൈര്യപ്പെട്ടിരിക്കാൻ പറ. സ്തോത്രം. സാഹചര്യങ്ങളെ പേടിക്കുന്നവരുണ്ടെങ്കിൽ, രോഗങ്ങളെ പേടിക്കുന്നവരുണ്ടെങ്കിൽ, കടബാധ്യതകളെ പേടിക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുക, ഭയപ്പെടേണ്ട, ധൈര്യമായിട്ടിരിക്കുക. ആ വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കാൻ പോവുക. ആ വാക്യങ്ങളിലോട്ട് വരാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് 4 അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്, മുൻപിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച്. ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് നമ്മൾ എന്തോ പ്രാപിക്കണം? പുതുക്കം പ്രാപിക്കണം. ആദ്യം എഴുതിയിരിക്കുന്നത് മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. അപ്പൊ നമ്മുടെ അകത്ത് എന്തോ ഉണ്ട്, ഒരു പഴയ മനുഷ്യൻ. അവനെ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. സ്നാനത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. ഒരു മനുഷ്യന് പാപബോധം ഉണ്ടായിട്ട് വേണം അവന്റെ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കാൻ. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഇച്ചിരൂടെ വ്യക്തമാക്കി തരാം. ഒരു മനുഷ്യന് തിരിച്ചറിവുണ്ടാകണം. ഇന്നത് തെറ്റാണ്, ഇന്നത് ശരിയാണ് എന്ന് തിരിച്ചറിവുണ്ടാകണം. തിരിച്ചറിവുണ്ടാകുമ്പം ശരി അവൻ ഏതാന്ന് മനസ്സിലായി കഴിയുമ്പം തെറ്റിനെ അവൻ ഉപേക്ഷിക്കാൻ തയ്യാറാകും. അതിനവനെ സഹായിക്കുന്നൊരു ഘടകം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് അവന് കുറ്റബോധം ഒക്കെ കൊടുക്കുന്നത്. അങ്ങനെ അവനത് തെറ്റാണെന്ന് മനസ്സിലായി കഴിയുമ്പം അവൻ്റെ ആ പഴയ മനുഷ്യനെ അവൻ മരിപ്പിക്കും. എന്നിട്ട് പുതിയൊരു മനുഷ്യൻ അവനിൽ ജനിക്കും. അതാണ് ഈ അകത്തെ മനുഷ്യൻ എന്നൊക്കെ പറയുന്നത്. പുതിയൊരു മനുഷ്യൻ ജനിക്കും. ആ മരിച്ച പഴയ മനുഷ്യനെ അടക്കുന്നതാണ് യഥാർത്ഥത്തിൽ സ്നാനം. യേശുക്രിസ്തു അത് ചില ചോദിക്കും, എന്തിനാ വെള്ളത്തിൽ മുക്കുന്നേ? പറയാം. റോമർക്ക് എഴുതിയ ലേഖനം വായിക്കേണ്ട 6 അധ്യായത്തിൽ ഞാൻ പറഞ്ഞു പോകാം. അത് വായിക്കാൻ പോയാൽ അതല്ലല്ലോ സബ്ജക്റ്റ്. റോമർക്ക് എഴുതിയ ലേഖനം 6 അധ്യായത്തിൽ പൗലോസ് പറയുകയാണ്, സ്തോത്രം, യേശുക്രിസ്തു കല്ലറയിൽ അടക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ പഴയ മനുഷ്യനെ വെള്ളത്തിനടി കുഴിച്ചിടണം. എന്നിട്ട് യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ നിങ്ങൾ ഉയർത്തെഴുന്നേക്കണം. അതായത് വെള്ളത്തിനടി മുക്കുമ്പോൾ യേശുവിൻ കാൽവറിയിൽ മരിച്ച് അരിമത്തിക്കന്ന യോസഫിനെ അടക്കം ചെയ്ത് ഉയർത്തെഴുന്നേറ്റിനെ പ്രതിദാനം ചെയ്തുകൊണ്ടാണ് വെള്ളത്തിൽ മുങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം. ചിലരൊക്കെ പറയത്തില്ല, ചില സമയത്ത് എൻ്റെ പഴയ സ്വഭാവം എടുപ്പിക്കരുത്, എൻ്റെ അപ്പോൾ അതിപ്പോഴും അത് വിട്ടിട്ടില്ല, പഴയ സ്വഭാവത്തോണ്ട്. യഥാർത്ഥമായിട്ട് ഒരാൾ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, അവൻ്റെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് അവൻ പുതിയ മനുഷ്യനാകും. ഗലാത്യനകത്തെ പൗലോസ് പറയുക, സ്നാനത്തിൽ നിങ്ങൾ ക്രിസ്തുവിനെ ധരിക്കുക. സ്തോത്രം. റോമർ 6:3 സ്നാനം യേശുവിനോട് ചേരുക. അപ്പം കർത്താവിനോട് ചേരുന്നതും കർത്താവിനെ ധരിക്കുന്നതും ആ സ്നാനം. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്നാനപ്പെടണം. തിരിച്ചറിവ് ഉണ്ടായിട്ട് സ്നാനപ്പെടണം. അതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്ന സ്നാനം. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മളെപ്പോഴും ഫോളോ അപ്പ് ചെയ്യേണ്ടത് അനിപ്പാസ്റ്റർ പഠിപ്പിക്കുന്നതല്ല, വചനം പഠിപ്പിക്കുന്നതാണ്. വചനം എന്തു പറയുന്നോ അത് അനുസരിക്കുന്ന നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ള ഭാഗം പറഞ്ഞിട്ട് ഞാൻ ഈ ഭാഗത്തെ ദൂതൊന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് വരാം. നിങ്ങൾ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് അതിമോഹങ്ങളാൽ വഷളായിപ്പോയ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിക്കണം. ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് എന്തോ ചെയ്യണം? പുതുക്കം പ്രാപിക്കണം. അതുകൊണ്ട് ഈ ആരാധനകളിൽ വരുമ്പം ദൈവമക്കളുടെ ഉള്ളിൽ വലിയ ആവേശം വെളിപ്പെടുന്നത് എന്താ? അവരിൽ ഒരു പുതുക്കം നടക്കുകയാണ്. ഇനി റോമർക്ക് എഴുതിയ ലേഖനം 7 അധ്യായം 6 വാക്യത്തിൽ പൗലോസ് പറയുക, അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല, ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ ദൈവത്തെ സേവിക്കണം. അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല, ആത്മാവിൻ്റെ പുതുക്കത്തിൽ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അപ്പം നമ്മളിൽ ഉണ്ടാകേണ്ടത്, ദൈവത്തിന് സ്തോത്രം, ആത്മാവിൻ്റെ പുതുക്കം. ആദ്യം നമ്മൾ വായിച്ചു, ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇനിയും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40 അധ്യായം, ഇതൊന്നും ഞാൻ വായിപ്പിക്കുന്നില്ല, വായിക്കേണ്ട ഭാഗത്തോട്ടാണ് വരുന്നത്. 40 അധ്യായം 31 വാക്യം, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവ ഉള്ളിലെ ആത്മാവിന് പുതുക്കം വരണം. പിന്നെ കാത്തിരുന്ന് എന്ത് ചെയ്യണം?
ശക്തിയെ പുതുക്കണം. 103 സങ്കീർത്തനം 5 വാക്യം, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട്. നിങ്ങൾ പറയുക, ഈ പഴയ അവസ്ഥയെല്ലാം മാറണം, ഒരു പുതുക്കമകത്തുണ്ടാകണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയുകയാണ്, ഇന്ന് വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു പുതുക്കം ഉണ്ടാകണം. അക്ഷരത്തിൻ്റെ പഴക്കമല്ല, ആത്മാവിൻ്റെ പുതുക്കം. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം. എനിക്കറിയത്തില്ല, കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, പ്രശ്നങ്ങളുടെ മുകളിൽ ചിറകടിച്ചു കയറുവാൻ.